വീണ്ടും വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പദവിയിലേക്ക് വി.ഡി. സതീശനെ പിന്തുണച്ചുള്ള മുസ്ലിം ലീഗ് നിലപാടിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവർക്ക് വേണ്ടി അനുയായികൾ സാമൂഹ്യ മാധ്യമത്തിൽ ഉൾപ്പെടെ പ്രചാരണം തുടരുകയാണ്. ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് കെ.പി.സി.സി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും അനുയായികൾ ചെവിക്കൊണ്ടിട്ടില്ല. റോഷിബ വിവരങ്ങൾ നൽകും. റോഷി, അപ്പോൾ ഇന്നലെ ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് ഒരു പരോക്ഷ പിന്തുണയല്ല, ഒരു പ്രത്യക്ഷമായ ഒരു പിന്തുണയുമായി തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടാണ് രംഗത്ത് വന്നത്. അതിന് പിന്നാലെ യൂത്ത് ലീഗും രംഗത്ത് വരുന്നത് കണ്ടു. ഇതിപ്പോൾ കോൺഗ്രസിനുള്ളിൽ UDF മുന്നണിക്കുള്ളിൽ എങ്ങനെയാണ് ഈ ഒരു ലീഗിന്റെ ഒരു സതീഷിന് വേണ്ടിയുള്ളൊരു പരസ്യ പിന്തുണ ഇപ്പോൾ ചർച്ചയാവുന്നത്? റോഷി. ഷിഹാസ്, കീർത്തന, UDF-നകത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാവുകയാണ്. കാരണം കോൺഗ്രസിൽ തുടങ്ങിയ ചർച്ചകളാണ്. ആ ചർച്ചകൾ അത് UDF-ലേക്ക് കൂടി എത്തിയെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതൃത്വം, സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പരോക്ഷമായി പിന്തുണച്ച രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം 3 നേതാക്കൾ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് ചരടുവലി സജീവമാക്കുന്നുണ്ട്. അതിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമുണ്ട്. അതിൽ ഒരാളെ മാത്രം മുസ്ലിം ലീഗ് പിന്തുണച്ച സാഹചര്യമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അസ്വസ്ഥതയും അമർഷവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം തന്നെ ഇനി ചർച്ച വേണ്ടതില്ല, ചർച്ച നടത്തിയാൽ അതിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴാണ് അതിൽ ഒരു പരസ്യ അഭിപ്രായ പ്രകടനം മുസ്ലിം ലീഗ് നേതൃത്വം നടത്തുന്നത്. ഒരു തിരുത്തൽ ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ അത് UDF-നകത്ത് അസ്വസ്ഥതയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തിയതിനു ശേഷം MLA-മാരുടെ അഭിപ്രായമൊക്കെ ആരാഞ്ഞതിന് ശേഷമാണ് പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുക. ഇനി വോട്ടെണ്ണാൻ ഏതാണ്ട് 2-2.5 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. അതിനിടയിൽ തന്നെ ഈ ചർച്ചകൾ സജീവമാകുന്നു. ഒരു ഭാഗത്ത് ചരടുവലികളും സജീവമാണ്. ബാനറുകളും ബോർഡുകളുമൊക്കെ കൂടുതൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നുണ്ട്. വിലക്കാനുള്ള ശ്രമം കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുമ്പോൾ അത് പൂർണ്ണമായും അവഗണിച്ചാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം ഒരു ഘടകകക്ഷി എന്ന നിലയിൽ എങ്ങനെയാണ് UDF-നെ നയിക്കുന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുക എന്ന ചോദ്യമടക്കം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ശരി റോഷി, അപ്പോൾ ആ വിശദീകരണത്തിനായി കാത്തിരിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിലും ചർച്ച അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഒരു 80-85 സീറ്റൊക്കെ നേടിയാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ വാക്കിന്, അവരുടെ അഭിപ്രായത്തിന് വലിയ വില ഉണ്ടാവുകയും ചെയ്യും.